നിലവിളക്കുകളൊക്കെ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മെമ്പറെ സ്വീകരിച്ച് നമുക്ക് മാർഗനിർദ്ദേശം നൽകിയ ശേഷം അദ്ദേഹം നമ്മുടെ എല്ലാ അനുവാദത്തോടു കൂടി അദ്ദേഹം നിയമത്ത് തൊഴിലാളി സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തിരിക്കുകയാണ്. നമസ്കാരം. ഈ കാട്ടാക്കട കൺവെൻഷനിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു കാരണം വലിയ കാരണം എൻ്റെ ഏറെ സുഹൃത്തായ കൃഷ്ണദാസേട്ടൻ്റെ മണ്ഡലമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ എത്ര കൊല്ലമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ 2-3 കാര്യം കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇലക്ഷൻ ആയിരിക്കും. ഈ ഇലക്ഷനിൽ കഴിഞ്ഞ 70 കൊല്ലം മാറി മാറി ഭരിച്ച CPM കോൺഗ്രസിന്റെ രാഷ്ട്രീയം പുറത്താക്കി ഒരു പുതിയ മാറ്റം കൊണ്ടുവരും എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ വിവാദ രാഷ്ട്രീയം മാറ്റിവെച്ച് വികസന രാഷ്ട്രീയം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത രാഷ്ട്രീയക്കാരെ മാറ്റിവെച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന MLA-മാർ. ഈ മതിയായി എന്ന് പറയുന്ന ഞങ്ങളുടെ മുദ്രാവാക്യം പാർട്ടിന്റെ മുദ്രാവാക്യമല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ജനങ്ങൾ പറയുന്ന കാര്യമാണ്. മതിയായി. മാറി മാറി ഭരിച്ച CPM കോൺഗ്രസും മതിയായി. അവരുടെ പീഡന രാഷ്ട്രീയം മതിയായി. തൊഴിലില്ലാത്ത രാഷ്ട്രീയം മതിയായി. അഴിമതി രാഷ്ട്രീയം മതിയായി. ഇനി മാറ്റം വരണം. മാറാത്തത് മാറും. ഇനി കേരളം വളരും എന്നാണ് BJP മുദ്രാവാക്യം. ഞങ്ങളുടെ ഉറപ്പ്. പിന്നെ മാറി മാറി കോൺഗ്രസും CPM MLA-മാരെല്ലാം ജനങ്ങളുടെ അവസരം അവർക്ക് കിട്ടുന്നു, വ്യാജവാഗ്ദാനം കൊടുക്കുന്നു. 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം കുത്തിയിരുന്ന് ഒന്നും ചെയ്യാത്ത MLA-മാരെ മാറ്റി ദാസേട്ടനെ ഇവിടുത്തെ MLA ആക്കണം. ഇത് നമ്മളെല്ലാവരും ദൗത്യമാണ്. ദാസേട്ടൻ പോലെ ഒരു ആത്മാർത്ഥമായ BJP-ന്റെ നേതാവ് ഞാൻ മുമ്പും കണ്ടിട്ടില്ല, ഇനിയും കാണില്ല. അദ്ദേഹം കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും
365 ദിവസം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് അദ്ദേഹത്തെ അറിയുന്ന കാര്യം ഞാൻ പറയുന്നു, ഉറപ്പ് തരുന്നു. ഇതാണ് ജനങ്ങളോട് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. 3-4 മാസം മുമ്പ് ഞാൻ ദാസേട്ടനോട് ചോദിച്ചു, എത്രയോ നാഷണൽ ഹൈവേ റെയിൽവേന്റെ പ്രശ്നങ്ങൾ ജനങ്ങൾ പരിഹരിക്കാൻ എന്നെ വന്ന് കാണുന്നു, എന്നെ സഹായിക്കണം എന്ന് ഞാൻ എന്താ 2 വാക്ക് പറഞ്ഞു. അദ്ദേഹം അന്നു മുതൽ എത്രയോ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. ഇവിടെ മാത്രമല്ല, കേരളം മൊത്തം നാഷണൽ ഹൈവേയും റെയിൽവേന്റെ പ്രശ്നങ്ങളും, എത്രയോ സ്റ്റേഷനിൽ പുതിയ ട്രെയിൻ നിർത്തുന്ന കാര്യങ്ങളും, റോഡിന്റെ ഹൈവേന്റെ ബൈപ്പാസും പെഡസ്ട്രിയൻ അണ്ടർപാസും സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ദാസേട്ടൻ. എനിക്ക് ഒരു സംശയമില്ല ഇത് പറയാൻ. കാട്ടാക്കടയിന്റെ ഭാവിക്ക് വേണ്ടി, കാട്ടാക്കടയിന്റെ ജനങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു MLA ആവുമെന്ന് എനിക്ക് പറയാൻ ഒരു സംശയമില്ല. എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദാസേട്ടന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം, ദാസേട്ടനെ ജയിപ്പിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമ്മുടെ ദൗത്യം. ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന ഞാൻ ഇതിൽ കൂട്ടിയിരുന്നു. എല്ലാവരും ഇത് ചെയ്യണം, ദാസേട്ടനെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് വാക്ക് ചൊല്ലുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയുമെല്ലാം ഹ്രസ്വമായ ഭാഷണത്തിലാണെങ്കിലും നമ്മുടെ സംസ്ഥാന അധ്യക്ഷനും തുടർന്ന് ആശംസാ പ്രസംഗം നടത്തിയവരും എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ 4ാം തവണയാണ് ഈ കാട്ടാക്കടയിൽ ജനവിധി തേടുന്നത്. ഇപ്പോഴേ ഈ തുറന്ന വാഹനത്തിൽ നമ്മുടെ മലയക്കീട് ടൗണിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആ ചാനലിലെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഈ 3 തവണ തോറ്റിട്ടു എന്താ കാട്ടാക്കടയിൽ തന്നെ മത്സരിക്കുന്നത്? നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് മുന്നിൽ നിന്നാണ് ചോദിച്ചത്. ഒന്നുകൂടി ചോദിച്ചു, നിങ്ങൾക്ക് ഈ മറ്റേതെങ്കിലും ഒരു മണ്ഡലം തിരഞ്ഞെടുക്കാമായിരുന്നില്ലേ? ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മാധ്യമപ്രവർത്തകന്റെ പ്രധാനപ്പെട്ട ചോദ്യം. പല ചോദ്യവും ചോദിച്ചിട്ടുണ്ട് ആ കുറഞ്ഞ സമയത്തിനിടയിൽ. പക്ഷേ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ചോദ്യം, പക്ഷെ പ്രസക്തമായൊരു ചോദ്യം, 3 തവണയും തോന്നിച്ചു, 4ാം തവണ എന്തുകൊണ്ടാണ് കാട്ടാക്കടയിൽ തന്നെ ജനവിധി തേടുന്നത്? ഒരു ഉത്തരം. അതായത് ഈ കാട്ടാക്കടയിലെ നമ്മുടെ സഹപ്രവർത്തകരും സഹോദരങ്ങളും ജനങ്ങളും എന്നോട് കാണിച്ച സ്നേഹവും, കാട്ടാക്കടയിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കാട്ടാക്കടയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള പിന്തുണയും, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയിലെ ഈ കാട്ടാക്കടയിലെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും, അതാണ് 4ാം തവണയും കാട്ടാക്കടയിൽ ജനവിധി തേടാൻ പ്രേരിപ്പിച്ചു. ഞാൻ കടന്നു വരുന്ന സമയത്ത്, അതേപോലെ കഴിഞ്ഞ പല ദിവസങ്ങളിലും നമ്മുടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയ സമയത്ത് നമ്മുടെ സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ അവർ കാണിച്ചിട്ടുള്ള വികാരമായിട്ട് സ്നേഹം, ആ സ്നേഹം അതാണ് തോറ്റിട്ടും ഈ മണ്ഡലത്തിൽ നിലനിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കും. ഇതൊന്നു മാത്രമേ പറയാനുള്ളൂ. ഈ ഇന്നത്തെ കൺവെൻഷനിൽ ഉൾപ്പെടെ നമ്മുടെ സഹോദരന്മാരും കാണിച്ച ഈ സ്നേഹത്തിനും വിശ്വാസത്തിനും എനിക്ക് തിരിച്ചൊന്നും കൊടുക്കാനൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കാണിച്ച സ്നേഹവും വിശ്വാസവും എൻ്റെ മനസ്സിൻ്റെ മണിച്ചെപ്പിൽ ഒരു മണിക്കല്ല ഞാൻ സൂക്ഷിക്കുന്നത്. മാത്രമല്ല, ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ 2011 നിയമസഭ ഞാൻ മത്സരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2009 ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 2009 ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം
കാട്ടാക്കട നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. അന്ന് 10,000-ൽ താഴെ വോട്ടാണ് BJPക്ക് ഈ മണ്ഡലത്തിൽ ലഭിച്ചത്, NDAക്ക് ലഭിച്ചത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ BJPക്കും NDAക്കും ലഭിച്ചത് 16,800 വോട്ടാണ്. വലിയ വർധനവാണ് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി പരിശ്രമിച്ചവരാണ് ഈ വേദിയിലും അവിടെ സദസ്സിലും ഇരിക്കുന്നത്. അതിനുശേഷം 2016 വീണ്ടും ഇവിടെ ജനവിധി നേടി. 2011 16,800 വോട്ടിൽ നിന്ന് 2016 ആകുമ്പോഴേക്കും അത് 38,900 വോട്ടിലേക്ക്. അതായത് കാട്ടാക്കടയിലെ ജനങ്ങൾ BJPയോടൊപ്പം NDAയോടൊപ്പം ചേർന്നു നിന്നു എന്നുള്ളതല്ലേ ഈ വോട്ടിന്റെ ഗണ്യമായ വർധനവിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. 2011 BJP കേന്ദ്രത്തിൽ അധികാരത്തിലില്ല, NDA അധികാരത്തിലില്ല. നരേന്ദ്രമോദിജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ടില്ല. അദ്ദേഹം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു 2011. 2014 രാജ്യത്ത് NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ 2011 വർദ്ധിച്ചു, 2016 വർദ്ധിച്ചു. പിന്നെ നോക്കൂ, എല്ലാം മുന്നോട്ടേക്കായിരുന്നു. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കടയിലെ യുവാക്കന്മാർ, യുവതികൾ, ചെറുപ്പക്കാർ, കർഷകന്മാർ, എല്ലാ ജനങ്ങളും നിങ്ങൾ നോക്കൂ, BJPക്ക് അനുകൂലമായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ഭാരതീയ ജനതാ പാർട്ടിക്ക് 1ാം സ്ഥാനം നൽകിക്കൊണ്ട് BJPയെ NDA 2 കൈയിൽ എത്തിച്ചിരുന്നു. ഏതാണ്ട് 6,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ V. മുരളീധരൻ ഈ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്തെത്തി. അതായത് കാട്ടാക്കട BJPയോടൊപ്പം NDAയോടൊപ്പം നിന്നു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ 1ാം സ്ഥാനം വ്യക്തമാക്കുന്നത്. പിന്നീട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നോക്കൂ, തിളക്കമാർന്ന വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തിന്റെ ആവർത്തനമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായത്. നമുക്ക് 2 അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. മാറനല്ലൂർ പഞ്ചായത്തിൽ കുമാരി മായ നമ്മുടെ ആരാധ്യയായ പഞ്ചായത്ത് അധ്യക്ഷയാണ്. ശ്രീ മണികണ്ഠൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. ശ്രീമതി വിസ്മയ നമ്മുടെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. CS അനിൽ നോക്കൂ, നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. 2 പഞ്ചായത്താണ് ഭാരതീയ ജനതാ പാർട്ടി NDA ഇന്ന് ഭരണം നടത്തുന്നത്. നമ്മുടെ മാറനല്ലൂർ പഞ്ചായത്ത് നമ്മുടെ ഘടകകക്ഷിയായിട്ടുള്ള KKCയുടെ അജി മെമ്പറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അജി ഇവിടെ മണ്ഡല പ്രസിഡന്റാണ് KKCയുടെ. 2 പഞ്ചായത്തിലാണ് അധികാരം ലഭിച്ചത്. ഈ നമ്മുടെ ഈ മലയൻകീഴ് പഞ്ചായത്തിന് UDF ആണ് ഭരിക്കുന്നത് എങ്കിലും UDFന് 8 സീറ്റും BJPക്ക് NDAക്ക് പ്രിയമുള്ളവരെ 7 സീറ്റും നേടിക്കൊണ്ട് ചൈത്രയാത്രയാണ് ഈ പഞ്ചായത്ത് നടന്നത്. അതിനുശേഷം നമ്മുടെ വിളവൂർക്കൽ ഉണ്ണിച്ചേട്ടന്റെ സുധീഷിന്റെ വിളവൂർക്കൽ പഞ്ചായത്ത് 6 സീറ്റ് BJP, 6 സീറ്റ് UDF, 6 സീറ്റ് LDF. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് UDF അവിടെ അധികാരത്തിലെത്തിയത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി വിളവൂർക്കൽ പഞ്ചായത്തിലും വലിയ മുന്നേറ്റം നടത്തി. നേരത്തെ പള്ളിച്ചൽ പഞ്ചായത്തിന് 3 സീറ്റാണ് വിജയിക്കാൻ സാധിച്ചത്. ഇപ്പോഴത് 6 സീറ്റിലേക്ക് 100% വർധനവുണ്ടായി. കാട്ടാക്കട പഞ്ചായത്തിൽ നേരത്തെ 1 സീറ്റായിരുന്നുവെങ്കിൽ അത് പ്രിയമുള്ളവരെ ഇത്തവണ 4 സീറ്റിലേക്ക് ഉയർന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്ട് നമുക്ക് 46 ഗ്രാമമാരെയാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്, വിജയിപ്പിക്കാൻ സാധിച്ചത്. ഇപ്പൊ വിടവറുക്കുള്ള ഉണ്ണിച്ചേട്ടനും കാട്ടാക്കട മണ്ഡലം പ്രസിഡന്റ് ദീപക് ഉൾപ്പെടെ, അതുപോലെ മാറനല്ലൂർ ഏരിയ പ്രസിഡന്റും ശ്രീമതി രേഖ, ആ രേഖ ഉൾപ്പെടെ 4 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ വിജയിപ്പിക്കാൻ BJPക്കും NDAക്കും സാധിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ
2024 നേടിയിട്ടുള്ള ഉജ്ജ്വലമായ വിജയത്തിന്റെ ആവർത്തനമല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPക്ക് NDAക്ക് ഇവിടെ നേടാൻ സാധിച്ചത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJPയോടൊപ്പം NDAയോടൊപ്പം ചേർന്നു നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാട്ടാക്കട BJPയോടൊപ്പം NDAയോടൊപ്പം ചേർന്നു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇത് കേരള കാട്ടാക്കടയിൽ മാത്രമല്ല, കേരളത്തിലുടനീളം നമുക്ക് ഈ രാഷ്ട്രീയ മാറ്റം കാണാൻ സാധിക്കും. ഇപ്പോ കഴിഞ്ഞ 2011 മുതൽ 2026 വരെ ഈ 15 വർഷക്കാലം തോറ്റിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കാട്ടാക്കടയിലെ വോട്ടർമാർ ചോദിക്കുന്നത് തോറ്റ ആൾ ഇവിടെയുണ്ട്, ഈ ജയിച്ച ആള് എവിടെയാണെന്ന്.